വാസുകി ടോക്സ് ഗോയിങ് ലൈവ്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വാസുകി ടോക്സ് കുടുംബാംഗങ്ങൾക്കും കൂട്ടുകാർക്കും ഇന്നത്തെ ലൈവ് സ്ട്രീമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് അസുരന്മാർ, അവർക്ക് വേണ്ടി മഹാവിഷ്ണുവിന് 4 അവതാരം. ഇവർ ശരിക്കും അസുരന്മാർ തന്നെ ആയിരുന്നോ? എന്തിനു വേണ്ടിയായിരുന്നു മഹാവിഷ്ണുവിന്റെ ഈ 4 അവതാരങ്ങൾ? ഏതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ 4 അവതാരങ്ങൾ? ഈ കഥ ആരംഭിക്കുന്നത് വൈകുണ്ഠത്തിന്റെ 6 കവാടങ്ങളിൽ നിന്നുമാണ്. ഒരു ദിവസം ബ്രഹ്മാവിന്റെ മാനസ പുത്രന്മാരായ 4 കുമാരന്മാർ, അവർക്ക് സനകാദി കുമാരന്മാർ എന്നാണ് പേര്. അവർ 4 പേരുണ്ട്: സനകൻ, സനന്ദനൻ, സനാതനൻ, സത്കുമാരൻ. അങ്ങനെ അവർക്ക് വൈകുണ്ഠത്തെത്തി മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ദർശിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. ഇവർ അതിപുരാതനമായ മഹർഷിമാരാണെങ്കിലും അവരുടെ തപശക്തി കൊണ്ട് അവർ എപ്പോഴും 5-6 വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയ ബാലകന്മാരായിട്ടാണ് തോന്നിയിരുന്നത്. കാഴ്ചയിൽ അവർ കാണാൻ ചെറിയ ബാലകന്മാരെ പോലെയാണ് ഇരുന്നത്. അങ്ങനെ വൈകുണ്ഠത്തിന്റെ 6 കവാടങ്ങളും കടന്ന് 7ാമത്തെ കവാടമായ സാക്ഷാൽ മഹാവിഷ്ണുവും ലക്ഷ്മിയും വസിക്കുന്ന ആ കവാടവും കടന്നു പോയി കഴിഞ്ഞാൽ മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മിയുടെയും ദർശനം ലഭിക്കും. പൊതുവെ ഈ 6 കവാടങ്ങളെ നമ്മുടെ മനസ്സിന്റെ ഷഡ് ശത്രുക്കളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാമം, ക്രോധം, ലോഭം, മദം, മോഹം, മാത്സര്യം എന്നാണ് പൊതുവെ ഇതിനെ പറയാറ്. ഇപ്പൊ നമ്മൾ അമ്മ ഭഗവതിയുടെ ശ്രീപുരം അല്ലെങ്കിൽ ശ്രീനഗരം കഴിഞ്ഞ് 25 കോട്ടകളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചിന്താമണി ഗൃഹം വരികയും അതിന്റെ ഉള്ളിൽ ഒരു പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന് പറയും, ഒരു 5 പേരെ പാലാക്കി ഒരു മെത്തയുടെ മുകളിലാണ് ഭഗവതി ഇരിക്കുന്നതെന്ന് ലളിതാ സഹസ്രനാമം പറയുന്നുണ്ട്. അതില് ഈ 25 കോട്ടയ്ക്കും ഓരോ വർണ്ണനയുണ്ട്. പക്ഷെ ഇവിടെ ശ്രീമദ് ഭാഗവതമോ വൈഷ്ണവ പുരാണങ്ങളോ ഈ 6 കോട്ടകളെ പറ്റി അങ്ങനെ വലിയ രീതിയിൽ പ്രതിപാദിക്കുന്നില്ല. പക്ഷെ അവിടത്തെ 6 കോട്ടകൾക്കിടയിലും അതിമനോഹരമായ പൂങ്കാവനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും തെളിനീർ തടാകങ്ങൾ ഉണ്ടായിരുന്നെന്നും സ്വർണത്താലും രത്നങ്ങളാലും ഉണ്ടാക്കിയ മണിമാളികകൾ ഉണ്ടായിരുന്നുവെന്നുമാണ് പറയുന്നത്. അവിടത്തെ കാടുകൾക്കും ഉദ്യാനത്തിനും നൈശ്രേയസ് എന്നാണ് പേരെന്നും പുരാണങ്ങൾ പറയുന്നു. അങ്ങനെ ഈ 6 കോട്ടയും കടന്ന് 7ാമത്തെ കവാടത്തിന്റെ അവിടെ എത്തിയപ്പോൾ ഈ 4 മുനിമാർക്കും, ഞാൻ അവരെ ബാലകന്മാർ എന്നാണ് പറയാൻ പോകുന്നത്, ഇവർക്ക് ഈ ഭേദബുദ്ധി, സംശയം, ഭയം, പിന്നെ എന്റെ, നിന്റെ അങ്ങനെ ഒന്നും തന്നെ അവർക്ക് അറിയില്ല. അങ്ങനെ അവര് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭഗവാന്റെ 2 ദ്വാരപാലകന്മാരുണ്ടായിരുന്നു. ജയൻ, വിജയൻ എന്നാണ് അവരുടെ പേര്. ഭഗവാൻ ഇപ്പോൾ അവരെത്തിയത് ഒരു മധ്യാഹ്ന സമയത്തായിരുന്നു, ഉച്ച സമയത്തായിരുന്നു. ഒരു ചെറിയ രീതിയിൽ ഭഗവാനും ഭഗവതിയും വിശ്രമിക്കുകയാണെന്നും ഇപ്പോൾ ശല്യപ്പെടുത്താൻ പറ്റില്ല, കുറച്ചു കഴിഞ്ഞ് കടത്തിവിടാം, അത് കഴിഞ്ഞ് വരൂ എന്ന് പറഞ്ഞപ്പോ അവർക്ക് പൊതുവെ സാത്വിക സ്വഭാവമാണ്. അവർക്ക് ഈ ദേഷ്യം, വെറുപ്പ്, ഈർഷ്യ ഒന്നും അറിയില്ല. പക്ഷെ നമ്മൾ ഇത്രയും ബ്രഹ്മലോകത്തിൽ നിന്ന് വന്നു, 6 കവാടങ്ങളും നമ്മൾ താണ്ടിക്കഴിഞ്ഞു, ഇനി ഒരേ ഒരു കവാടം കൂടിയേ ബാക്കിയുള്ളൂ, അതും കൂടി താണ്ടിക്കഴിഞ്ഞാൽ നമുക്ക് മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ദർശിക്കാം എന്നുള്ള അത്രയും ആഗ്രഹത്തോടെ അവർ വരികയും, എന്നാൽ അവിടെ എത്തിയപ്പോൾ ഉടനെ ദർശനം ലഭിക്കുകയില്ല എന്ന് കേട്ടപാടെ അവർക്ക് മനസ്സിൽ വല്ലാതെ സങ്കടം വന്നു. അവര് ആ സങ്കടം ദേഷ്യമായി മാറുകയും, ഇങ്ങനെ ഈ ഭഗവാന്റെ സാമീപ്യം എപ്പോഴുമുള്ള ഈ ദ്വാരപാലകന്മാരായ നിങ്ങൾക്ക് ഈ ഭേദബുദ്ധിയും അഹങ്കാരവും ഈർഷ്യയും ഒന്നും വരാൻ പാടില്ല. ഇങ്ങനത്തെ സ്വഭാവമുള്ളവർ ഈ വൈകുണ്ഠത്തിന്റെ കവാടത്തിൽ പോയിട്ട് ഈ പരിസരത്ത് തന്നെ നിൽക്കാൻ പാടില്ലെന്നും അതുകൊണ്ട് തന്നെ അവർ ഭൂമിയിൽ പോയി ജനിക്കട്ടെ, അങ്ങനെ ഒരു ജന്മം ഭൂമിയിലും
അങ്ങനെ അസുരന്മാരായിട്ട് കുറെ അധികം മഹാവിഷ്ണുവിന്റെ അടുത്തു നിന്നും അകന്നു പോവട്ടെ. ഈ വിഷ്ണു സ്മരണ ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് ബുദ്ധിയിൽ കുറച്ച് ഇരുട്ട് കേറിയിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ സാമീപ്യം നിങ്ങൾക്ക് ഇല്ലാതെ പോവട്ടെ എന്ന് ശപിച്ചു. ഈ ജയനും വിജയനും നമ്മൾ സാമ്യം ഉണ്ട് ഭഗവാനുമായിട്ട്. അവരും പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഐശ്വര്യമുള്ള രണ്ടുപേരായിരുന്നു. അവർ അവിടെ തന്നെ ഉള്ളവരാണ്. അവർക്ക് മഹാവിഷ്ണുവിനെ അല്ലാതെ ബ്രഹ്മാണ്ടത്തിൽ വേറെ ആരെയും തന്നെ അറിയില്ല. അപ്പൊ ഇനി ഇവിടുന്ന് പോയാൽ നമ്മൾ എങ്ങോട്ട് പോകും? മഹാവിഷ്ണുവിന്റെ ഒരു കരുതലിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ആ കരുതൽ ഇല്ലാതെ, ആ ഒരു ആശ്രയം ഇല്ലാതെ നിങ്ങൾ എവിടെ പോവും? നിങ്ങൾ എങ്ങനെ ജീവിക്കും? ഈ ശാപം തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞവര് വല്ലാതെ ഒച്ച വെച്ച് കരയാൻ തുടങ്ങും. അങ്ങനെ ഈ ജയവിജയന്മാരുടെ ഒ ഒ ഒച്ച, ഈ കരച്ചിലിന്റെ ഒച്ചയും ഈ 4 കുമാരന്മാരുടെ ശബ്ദവും എല്ലാം കേട്ട് മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി ഗരുഡനോടൊപ്പം ആ കവാടത്തിൽ വരികയും അദ്ദേഹത്തിന്റെ വലത്തെ കൈ ഒരു സുഹൃത്തിന്റെ ചുമലിൽ വെക്കുന്ന പോലെ ഗരുഡന്റെ ചുമലിൽ വെക്കുകയും എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചു. കരഞ്ഞുകൊണ്ട് ജയനും വിജയനും ഇതാണ് സംഭവിച്ചത്. നിങ്ങൾ എങ്ങനെ അങ്ങയെ വിട്ടു പോകും? അങ്ങയെ അല്ലാതെ നിങ്ങൾക്ക് വേറെ ആരെയും അറിയുകയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ മഹാവിഷ്ണു പറഞ്ഞു, ഇവര് വലിയ തപസ് ചെയ്തവരാണ്. അങ്ങേയറ്റം തപോബലം ഉള്ളവരാണ്, സത്യമുള്ളവരാണ്. അവർ തന്ന ശാപം എനിക്ക് തിരിച്ചെടുക്കാൻ നിവർത്തിയില്ല. അത് മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യം ആ 4 കുമാരന്മാരോടായിട്ട് പറഞ്ഞു. ഇവര് എന്റെ കാവൽക്കാരാണ്, എന്റെ ഭൃത്യന്മാരാണ്. ഇവർ ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഈ തെറ്റ് അവർ ചെയ്തെങ്കിലും ഇത് ഞാൻ ചെയ്തതിന് തുല്യം തന്നെയാണ്. അതുകൊണ്ട് ഇവരെ ശാപത്തിൽ നിന്നും ഞാന് മാറ്റണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്കൊരു അസൗകര്യം ഇവരാൽ വന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്ന് മഹാവിഷ്ണു തന്നെ സനകാദി കുമാരന്മാരോട് പറഞ്ഞപ്പോ അവരുടെ ദേഷ്യമെല്ലാം മനസ്സിന്ന് ഒരു പഞ്ഞി പോലെ പറന്നുപോയി. അങ്ങനെ ഉടനെ തന്നെ അവർക്ക് മഹാലക്ഷ്മിയുടെയും വിഷ്ണുവിന്റെ ദർശനവും ലഭിച്ചു. അവര് ആ പാതാരവിന്ദത്തിൽ വീണ് നമസ്കരിച്ച് അങ്ങനെ അവർ അവരുടെ ബ്രഹ്മലോകത്തേക്ക് തന്നെ വീണ്ടും യാത്രയായി. അങ്ങനെ ജയൻ വിജയന്മാരോട് മഹാവിഷ്ണു പറഞ്ഞു, വേറെ മാർഗമില്ല, പൊയ്ക്കോളൂ. അങ്ങനെ മഹാവിഷ്ണുവിന്റെ അത്രയും പ്രഭയുള്ള അവര് പതുക്കെ പതുക്കെ ഈ ശാപത്തിന്റെ ശക്തി കാരണം വൈകുണ്ഠത്തിൽ നിന്നും ആ പ്രദേശത്ത് നിന്നും അകന്നു പോവാൻ തുടങ്ങി. അങ്ങനെ വൈകുണ്ഠത്തിൽ നിന്നും അകന്നു പോകെ പോകെ അവരുടെ പ്രഭയും കുറഞ്ഞു വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ഇവർ ആരായിട്ടാണ് ജനിക്കുക? അതേ സമയം അസുരന്മാരുടെ അമ്മയാണ് ദിതി. ആ ദിതിയുടെ ഗർഭത്തിൽ നിന്നും വന്നത് കൊണ്ടാണ് അസുരന്മാർക്ക് ദൈത്യന്മാർ എന്നും പറയുന്നത്. ഇതേ ദേവന്മാരുടെ അമ്മയാണ് അദിതി. ഇവർ രണ്ടുപേരുടെയും പതിയാണ് കശ്യപ മഹർഷി. അങ്ങനെ അസുരന്മാരുടെ അമ്മയായ ദിതി ഒരു സന്ധ്യാസമയത്ത് ഒരു ശൃംഗാര രസത്തോടെ കശ്യപ മഹർഷിയെ സമീപിച്ചു. പക്ഷെ കശ്യപ മഹർഷി വിലക്കും. സന്ധ്യാസമയത്ത് ഒരു ഭാര്യാഭർതൃ ബന്ധം, ഒരു ലൈംഗിക ഇത് നല്ലതല്ല. കാരണം ആ സന്ധ്യാസമയത്ത് ഭൂതഗണങ്ങളോടൊപ്പം വൃഷഭ വാഹനത്തിൽ ശിവൻ രുദ്രഭാവത്തിൽ ബ്രഹ്മാണ്ടം മുഴുവനും ചുറ്റും. ആ സമയത്ത് അദ്ദേഹത്തിന്റെ നിറം ഇളം ചുവപ്പും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ സുടല ഭസ്മവും പൂശിയിട്ടുണ്ടാകും. ആ അടിക്കുന്ന ചെറിയ കാറ്റിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും പലയിടങ്ങളിലും ആ ഭസ്മം തെറിച്ചു വീഴുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ സന്ധ്യാസമയത്ത് ഉറങ്ങരുത്, ഉണ്ണരുത്, നല്ല കാര്യങ്ങളായ പുസ്തക വായന, ധ്യാനം, ഓരോരുത്തരുടെയും സൗകര്യം പോലെ ദൈവചിന്തയിൽ ഇരിക്കുക എന്നൊക്കെ അതുകൊണ്ടാണ് പറയുന്നത്. എത്ര കണ്ട് ഉപദേശിച്ചിട്ടും ഒരിക്കൽ പോലും അതിന് ദിതി സമ്മതിച്ചില്ല. അങ്ങനെ ദിതിയുടെ വാക്കുകൾക്ക്
കശ്യപ മഹർഷിക്ക് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം ഈ ദിതി ഗർഭം ധരിച്ചു. അപ്പോഴാണ് അവർക്ക് തോന്നിയത്, അന്ന് എത്ര കണ്ട് ഭർത്താവ് ഉപദേശിച്ചു, പക്ഷേ താൻ സമ്മതിച്ചില്ല. ആ ഒരു സന്ധ്യാസമയത്ത് ചെയ്ത് ഇപ്പോൾ താൻ ഗർഭിണിയായിരിക്കുകയാണ്. എങ്ങനത്തെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമോ, എന്തൊക്കെ ദുരിതം അനുഭവിക്കണോ. അവർ അവരുടെ ബുദ്ധിയെ തന്നെ കുറെ പഴിക്കുകയും അവർക്ക് ശിവനെ ഓർത്ത് നല്ല പേടി വരികയും ചെയ്തു. അങ്ങനെ ആ ദിതി ഭർത്താവിന്റെ അടുത്ത് പോയിട്ട് മാപ്പ് പറയുകയും, അങ്ങ് തന്നെ രുദ്രനോട് പറയണം എന്റെ ഗർഭത്തിന് ഒന്നും അപകടമൊന്നും വരുത്തരുതെന്നും, അങ്ങ് ഈ ഗർഭത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കണമെന്നും വല്ലാതെ അവര് പേടിക്കും. അപ്പൊ കശ്യപ മഹർഷി പറയും, ഞാൻ അന്ന് നല്ല രീതിയിൽ പറഞ്ഞപ്പോ നീ കേട്ടില്ല. ഇനിയിപ്പോ ഇവിടെ നിന്ന് കരഞ്ഞു പറഞ്ഞിട്ട് എന്താ കാര്യം? വരാനുള്ളത് വരും. നിന്റെ ഗർഭത്തിലുള്ളത് നല്ല കുട്ടികളല്ല. കാരണം നമ്മൾ സന്ധ്യാസമയത്ത് ചെയ്ത് ഗർഭം വന്നതിനാൽ ഇവർ ഘോര അസുരന്മാരായിരിക്കും. മാത്രമല്ല, അദ്ദേഹം ദിതിയോട് മാത്രമായിട്ട് ഒരു കാര്യം പറയുകയും ചെയ്തു. അവർ ജയ വിജയന്മാരുടെ ആദ്യത്തെ ജന്മമായിരിക്കും. ഒരു ശാപം മൂലമാണ് അവർ നിന്റെ ഗർഭത്തിലുള്ളത്. ഈ ബ്രഹ്മാണ്ടത്തിന് തന്നെ അവരാൽ വൻ നാശനഷ്ടം സംഭവിക്കും. വരാനുള്ളത് അനുഭവിക്കാം. ഇത് കേട്ട് വലിയ വായിൽ അവർ കരയാൻ തുടങ്ങി. ഗർഭിണിയാണ്, അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കണ്ടേ. അപ്പോഴാണ് വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞ്, ഒരു നല്ലൊരു കാര്യം കൂടി ഇവർ മൂലം സംഭവിക്കുമെന്നും അത് കേട്ടപ്പോൾ ആ ദിതി കുറച്ച് സമാധാനപ്പെട്ടു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ ഇരട്ട കുട്ടികൾ ആണ് ജനിച്ചത്. അതിന് ആ 2 കുട്ടികൾ ജനിച്ച സമയത്ത് വല്ലാതെ മോശം നിമിത്തങ്ങളാണ് കണ്ടത്. ആ നേരം ഭൂമി കുലുങ്ങിയത് മാത്രല്ല, ഗ്രഹണം സംഭവിച്ചു, കടൽ പ്രക്ഷുബ്ധമായി, എങ്ങും പൊടിക്കാറ്റടിച്ചു, കഴുതകളൊക്കെ വലിയ വായിൽ അവരുടെ കരയുകയും അവരുടെ കുളമ്പുകൾ ഭൂമിയിൽ അടിക്കുകയും ചെയ്തു. കൂട്ടത്തോടെ കഴുതകൾ ഓടുകയാണ്. നായും നരിയും വല്ലാതെ ഊരിയിടുന്നു. എങ്ങും ദുർനിമിത്തങ്ങൾ. ആ ദേശത്തുള്ള ദൈവ വിഗ്രഹങ്ങളെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതിൽ നിന്നും കണ്ണീര് വരുന്നുണ്ടോ എന്ന് പോലും തോന്നി. അതേസമയം വേറൊരു ഭാഗത്ത് സ്വയംഭൂ മനു ആണ് മനുഷ്യരെ സൃഷ്ടി നടത്തുന്നത് ബ്രഹ്മാവാണെങ്കിൽ ഭൂമിയിലെ മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നത് സ്വയംഭൂ മനുവാണ്. മനുവിൽ നിന്ന് വന്നത് കൊണ്ടാണ് നമ്മൾക്കൊക്കെ മനുഷ്യൻ എന്ന് പറയുന്നത്. മനുവിന്റെ മക്കളാണ് നമ്മളെല്ലാം. അതുകൊണ്ടാണ് നമ്മൾക്ക് മനുഷ്യർ എന്ന് പറയുന്നത്. അങ്ങനെ സൃഷ്ടിക്ക് ശേഷം ഞാൻ ഇനി മനുഷ്യ സൃഷ്ടി നടത്താൻ പോവാണ് എന്ന് പറഞ്ഞ് സ്വയംഭൂ മനു സൃഷ്ടി തുടങ്ങിയ ആ സമയത്ത് ഭൂമി തന്നെ കാണാതായി. നമ്മൾ മനുഷ്യരുടെ ആവാസ സ്ഥലമാണല്ലോ ഭൂമി. ഭൂമി ഇല്ലെങ്കിൽ നമ്മളൊക്കെ എവിടെ പോയി ജീവിക്കും? അപ്പോ ഭൂമി ഇല്ലെങ്കിൽ പിന്നെ സൃഷ്ടി നടക്കില്ല. മനുഷ്യന്റെയോ ബാക്കി ഒരു സൃഷ്ടി ഭൂമി ഇല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇപ്പോ ഈ സ്വയംഭൂ മനു കണ്ടത് ഒരു കടലിന്റെ ഉള്ളിലോട്ട് ഈ ഭൂമി ഇങ്ങനെ മുങ്ങി പോകുന്നതായിട്ടാണ്. ഉടൻ തന്നെ അദ്ദേഹം ബ്രഹ്മാവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാന് മനുഷ്യരെ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ഈ മനുഷ്യ സൃഷ്ടിക്ക് ഒരു ആവാസ കേന്ദ്രമാണല്ലോ ഭൂമി. അതില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന മനുഷ്യർ, എന്നിൽ നിന്നും വരുന്ന ആളുകൾ, മനുഷ്യർ എവിടെ പോയി താമസിക്കും? ദാ കടലിൽ പോയിരിക്കുകയാണ് ഭൂമി. അങ്ങ് എന്നെ രക്ഷിക്കണം. അങ്ങനെ ബ്രഹ്മാവ് ഉടൻ തന്നെ മഹാവിഷ്ണുവിന്റെ പാതാരബിന്ദങ്ങളെ മനസ്സിൽ സ്മരിച്ച് ധ്യാനിക്കും. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ ആ ബ്രഹ്മാവിന്റെ ഒരു നാസാദ്വാരം, അതിൽ നിന്നും ഒരു പെരുവിരലിന്റെ തുമ്പിന്റെ ഇത്രയും നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇത്രയും മാത്രം വലിപ്പമുള്ള ഒരു പന്നി കുഞ്ഞ് വരും. അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ വന്ന് വീഴുമ്പോ, ഇതെന്താ എന്റെ മൂക്കീന്ന് എങ്ങനെ ഇത് വന്നു എന്ന് അദ്ദേഹം നോക്കുന്ന ആ ക്ഷണം തന്നെ ആകാശം മുട്ടെ വളരും ആ പന്നിക്കുഞ്ഞ്. മാത്രല്ല പറക്കുവാനും പറ്റും അതിന്. അങ്ങനെ അതിന്റെ തേറ്റ വല്ലാതെ വലുതും അമ്പിന്റെ അത്ര മൂർച്ചയുള്ളതുമായിരുന്നു. അങ്ങനെ ഭൂമിയിലെ സാധനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പന്നി
എന്താ പറയാ മണപ്പിച്ചു നോക്കും. പക്ഷേ ഇദ്ദേഹം മഹാവിഷ്ണുവാണ്, മഹാവിഷ്ണുവിന്റെ അവതാരമാണ്, വരാഹമൂർത്തിയാണ്. എന്നിരുന്നാ പോലും ആ അവതാരത്തിന്റെ ഗുണമെന്നോണം അദ്ദേഹം ആ മണപ്പിച്ചു നോക്കുകയും അങ്ങനെ പാതാളത്തിനും താഴെ രസാതലത്തിലേക്ക് ഭൂമി പോയിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുകയും അവിടെ അദ്ദേഹം വലിയ ശബ്ദത്തോടെ നീന്തിയപ്പോൾ സമുദ്രത്തിൽ തിരമാലകൾ പൊങ്ങി. അദ്ദേഹം വാലുകൊണ്ട് സമുദ്രത്തിനെ അടിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ ശുഭസൂചകമായ ശബ്ദമായിരുന്നു. ആ വരാഹമൂർത്തിയുടെ ശബ്ദം കേട്ടപ്പോൾ വേദങ്ങളിൽ നിന്നുമുള്ള സൂക്തങ്ങളെല്ലാം ദേവന്മാർ ഉരുവിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ വരാഹമൂർത്തി ഭൂമിയെ എടുത്ത് അദ്ദേഹത്തിന്റെ തേറ്റയിൽ വെച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. കുറെ കാലം അദ്ദേഹം നിന്നു എന്നാണ് പറയുന്നത്. നമ്മൾ പലരും കേട്ടിട്ടുള്ളത് ഹിരണ്യാക്ഷൻ, അതായത് വീണ്ടും ഞാന് ദിതിയുടെ അവിടേക്ക് വരാം. അവർക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. അതില് കശ്യപ മഹർഷി പുത്രന്മാർക്ക് കൊടുത്ത പേര് മൂത്തയാൾ ഹിരണ്യാക്ഷൻ, പിന്നെ ഉള്ളവൻ ഹിരണ്യകശിപു എന്നായിരുന്നു. ഈ ഹിരണ്യകശിപു എനിക്ക് ഒരുപാട് ബലം വേണം, എനിക്ക് അമരനാവണം, എനിക്ക് അജയനാവണം എന്ന് പറഞ്ഞ് ചില തപസ്സൊക്കെ ഇരിക്കാൻ പോയപ്പോൾ ഞാൻ ഈ തപസ്സിലൊന്നും വിശ്വസിക്കുന്നില്ല. ഈ ബ്രഹ്മാണ്ടത്തിൽ തന്നെ എന്നെ വെല്ലാൻ ആരുണ്ട് എന്നുള്ള ഒരു അഹങ്കാരത്തിൽ തന്റെ ഗദയും എടുത്ത് എപ്പോഴും അവൻ ബ്രഹ്മാണ്ടം ചുറ്റിക്കൊണ്ടിരിക്കും. ഇവര് രണ്ടുപേരും ഭീമാകാരന്മാരായിരുന്നു. ആകെ അവരുടെ കിരീടം പോലും ആകാശം വരെ മുട്ടുമായിരുന്നത്രേ. പക്ഷെ നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിരണ്യാക്ഷൻ ഭൂമിയെ കൊണ്ടുപോയി സമുദ്രത്തിൽ ഒളിപ്പിച്ചു. പിന്നെ വരാഹമൂർത്തി വന്ന് രക്ഷിച്ചു എന്നാണ്. പക്ഷെ ഞാൻ പറയുന്ന കഥകളെല്ലാം പ്രത്യേകിച്ച് മഹാവിഷ്ണു അദ്ദേഹത്തിന്റെയും ശ്രീകൃഷ്ണന്റെയും ഞാൻ ശ്രീമദ് ഭാഗവതം അനുസരിച്ചാണ് പറയുന്നത്. അതിലെ ശ്രീമദ് ഭാഗവതത്തിലെ 3-ാം കാണ്ഡത്തിലെ 13-ാം അധ്യായത്തിലെ ശ്ലോകം 15ഉം 17ഉം പറയുന്നത് ഈ സ്വയംഭൂ മനു വന്ന് നമ്മുടെ മനുഷ്യരുടെ ആവാസ സ്ഥലമായ ഭൂമി കടലിൽ മുങ്ങിപ്പോയി, അങ്ങ് രക്ഷിച്ചു തരണം എന്ന് ബ്രഹ്മാവിനോട് പോയി പ്രാർത്ഥിക്കുകയും അങ്ങനെ ബ്രഹ്മാവ് വിഷ്ണുവിന്റെ പാതാരവിന്ദത്തെ സ്മരിച്ച് ധ്യാനിച്ചപ്പോഴാണ് ഒരു കുഞ്ഞു പന്നിക്കുഞ്ഞായി മൂക്കിൽ നിന്ന് വന്ന് വലിയ ഈ ആകാശം മുട്ടുന്ന രൂപമെടുത്ത് അദ്ദേഹം രസാതലത്തിലേക്ക് പോയി ഭൂമിയെ തന്റെ തേറ്റയിൽ വെച്ച് നിന്നതെന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അങ്ങനെ ആ സമയമെല്ലാം ഹിരണ്യാക്ഷൻ തനിക്ക് പറ്റിയ ഒരു എതിരാളിയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് അവൻ വരുണദേവന്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ വരുണദേവൻ പറഞ്ഞു, നിനക്ക് പറ്റിയ എതിരാളി ഉണ്ട്. അതാരാണെന്ന് നിനക്കറിയോ? മഹാവിഷ്ണു. ആ പറഞ്ഞ സമയത്ത് തന്നെ അവിടെ നാരദ മഹർഷി വരികയും എവിടെയാണ് ശ്രീ മഹാവിഷ്ണു ആ സമയം ഉള്ളത് എന്ന് പറയുകയും ചെയ്തു. ആ സമയം അദ്ദേഹം ആ രസാതലത്തിൽ നിന്നും ഭൂമിയെ എടുത്ത് തന്റെ തേറ്റയിൽ വെച്ച് ആ സമുദ്രത്തിന്റെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഒരു നിമിത്തം എന്നോണം ചിലപ്പോൾ ഈ ഹിരണ്യാക്ഷനെ കാത്തു നിന്നതാകാം. ഇങ്ങനെ ഭഗവാൻ ഈ തേറ്റയിൽ ഭൂമിയെ വെച്ച് നിൽക്കുന്ന കാഴ്ച ദേവന്മാർക്കെല്ലാം അത്യന്തം ഇഷ്ടപ്പെടുകയും ആ ഭൂമി ഒരു രത്നക്കല്ല് പോലെ, ഇന്ദ്രനീല കല്ല് പോലെ അദ്ദേഹത്തിന്റെ തേറ്റയിൽ ജ്വലിക്കുകയായിരുന്നു എന്നാണ് ദേവന്മാർക്ക് തോന്നിയതും. അങ്ങനെ ഭൂമിയെ രക്ഷിച്ച സമയത്ത് തന്നെ അവർ കുറെയേറെ പുഷ്പവൃഷ്ടി അദ്ദേഹത്തിന്റെ മുകളിൽ നടത്തുകയും ചെയ്തു. പക്ഷേ ഈ അസുരന് ഈ കാഴ്ച കണ്ട് വല്ലാതെ ചിരി വന്നു. വല്ലാതെ കൗതുകമായിട്ടുണ്ടല്ലോ. നീ നീ ഏതാ? നീ എന്താന്ന് വല്ലാതെ ഒരു മര്യാദകേടായിട്ട് അയാൾ ആ അസുരൻ മഹാവിഷ്ണുവിനോട് സംസാരിക്കുവാൻ തുടങ്ങി. അപ്പൊ ഇത് കേട്ട് മഹാവിഷ്ണു പറഞ്ഞു, നീ എന്നോട് യുദ്ധം ചെയ്യാൻ വന്നതല്ലേ? നീ ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യ്. ഞാൻ ഇപ്പൊ വരാംന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭൂമിയെ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആ അസുരനെ നോക്കി പറഞ്ഞു, നിനക്ക് എന്നോട് യുദ്ധം ചെയ്യണം. പിന്നെ നീ എന്തിനാ ഇങ്ങനെ വെറുതെ വാക്കുകൊണ്ട് സംസാരിച്ച് സമയം കളയുന്നത്? വാ, എന്റെ കൂടെ യുദ്ധത്തിന് വാ. അങ്ങനെ അവിടെ ഒരു ഘോര യുദ്ധം നടക്കുകയും അയാൾ ഗദ കൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഒരു പൂമാല നമ്മുടെയൊക്കെ മുകളിൽ തട്ടിയാൽ നമ്മൾക്ക് ഒരു പൂമാല നമ്മുടെ മുകളിൽ തട്ടിയാൽ വേദനിക്കോ? ആ ഒരു ഗദ കൊണ്ട് അടിച്ചത് ഒരു പൂമാല തഴുകിയ പോലെയായിരുന്നു മഹാവിഷ്ണുവിന് തോന്നിയത്. അദ്ദേഹം പുഞ്ചിരിച്ചു, ഇടയ്ക്ക് അട്ടഹസിച്ച് ചിരിച്ചു. പിന്നെ അവൻ എന്ത് ചെയ്തു ഹിരണ്യാക്ഷൻ, ഞാൻ അങ്ങയെ കെട്ടിയിടാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വലിയൊരു അവന്റെ മായാശക്തി കൊണ്ട് ഒരു കയറ് എടുത്ത്
അയാൾ മഹാവിഷ്ണുവിനെ കെട്ടാൻ ഒരുങ്ങിയ സമയത്ത് ആ പരബ്രഹ്മ മഹാവിഷ്ണു അയാളുടെ ഓപ്പോസിറ്റ് സൈഡ് എതിരെ നിൽക്കുന്നത് കണ്ട് അയാൾ പേടിച്ചു പോയി. ഇനി മതി ഹിരണ്യാക്ഷ എന്ന് പറഞ്ഞ അദ്ദേഹം അയാളുടെ ഈ ചെവിയുടെ താഴെ നന്നായിട്ട് ഒരു അടി കൊടുത്തു. ആ മഹാവിഷ്ണു അടിച്ച അടിയില് അയാളുടെ 2 കണ്ണും തള്ളി പുറത്തു വരികയും കണ്ണീന്നും മൂക്കീന്നും ചെവിന്നും ഒക്കെ ഒരുപാട് ചോര വരികയും അങ്ങനെ ആ അസുരൻ മരണപ്പെട്ടു. ആ മരിച്ച അസുരനാണ് ആ ഹിരണ്യാക്ഷന്റെ ആണ് ജയന്റെ ആദ്യത്തെ ജന്മം. അങ്ങനെ ഇരട്ട സഹോദരന്മാരായ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപുവില് തന്റെ സഹോദരൻ മരിച്ചതിൽ വല്ലാതെ വിഷമം തോന്നി ഹിരണ്യകശിപുവിന്. മഹാവിഷ്ണുവിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ തന്റെ തപോബലമോ സൈന്യബലമോ ഒന്നുമല്ല, താൻ അമരനാവണം. എന്നാൽ മാത്രമേ തനിക്ക് ഇനി ഈ ബ്രഹ്മാണ്ടത്തിൽ ഒരു എതിരാളിയേ ഉള്ളൂ, അത് മഹാവിഷ്ണുവാണ്. ഒന്ന് നിങ്ങൾ ഓർക്കണം, ഇവരൊക്കെ നമ്മൾ മനുഷ്യന്മാർ ഓർക്കുന്നതിനെക്കാട്ടിലും ഈ അസുരന്മാരാണ് ഒരുപാട് മഹാവിഷ്ണുവിന് ശത്രുഭാവം വെച്ചിരുന്നെങ്കിലും ഒരുപാട് ഓർത്തിട്ടുണ്ടല്ലേ ഭഗവാനെ. അങ്ങനെ അവന്റെ മനസ്സിൽ എപ്പോഴും ആ ഒരു ചിന്ത തന്നെയായിരുന്നു, എങ്ങനെയെങ്കിലും മഹാവിഷ്ണുവിനെ നേരിടണം, മഹാവിഷ്ണുവിനെ കീഴ്പ്പെടുത്തണം. അതിന് ആദ്യം താൻ അമരനാവണം, അതിന് താൻ തപസ്സിരിക്കണം. അങ്ങനെ അയാളുടെ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് ഒരു കൊടും കാട്ടില്, മന്ദാര പർവ്വതത്തിന്റെ അടുത്തുള്ള ഒരു കാട്ടില് പോയിട്ട് തപസ്സിരിക്കും. കുറേയേറെ വർഷങ്ങൾ അയാളുടെ തപസ്സ് നീളുകയും അയാളുടെ ശരീരം മുഴുവൻ ഉറുമ്പ് പൊതിയും. എന്നാലും അയാള് വിടില്ല. ഉറുമ്പ് പൊതിഞ്ഞ അയാളുടെ ഈ ചർമ്മവും തൊലിയും മാംസവും എല്ലാ ഉറുമ്പുകള് തിന്ന് തീർത്ത് അയാള് അസ്ഥി മാത്രം ഉണ്ട്, കുറച്ച് ശ്വസിക്കുന്നുമുണ്ട്. അങ്ങനെ പഞ്ചരമായി ഹിരണ്യകശ്യപു. അങ്ങനെ ആ തപസ്സിൽ പ്രീതിപ്പെട്ട ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും അയാളുടെ മുകളിൽ കുറച്ച് പൂവുകൾ ഇടുകയും, നിന്റെ തപസ്സിൽ ഞാൻ സംതൃപ്തനായി, എന്താ വേണ്ടേന്ന് ചോദിച്ചപ്പോ ഒറ്റ വാക്കിൽ അയാൾ പറഞ്ഞു, എനിക്ക് അമരനാവണം. ബ്രഹ്മാവ് പറഞ്ഞു, പറ്റില്ല, ഈ വരം തരാൻ പറ്റില്ല, സാധ്യമല്ല. ജനന്മം, അതിൽ തന്നെ മരണമുണ്ട്. ജനിച്ചു, ജന്മം എന്ന് പറഞ്ഞാൽ അതിന്റെ വാലറ്റം മരണമാണ്. ജനിച്ചാൽ മരിക്കും. വേറെ എന്ത് വേണേ ചോദിച്ചോളൂ, തരാം. അമരത്വം തരാൻ പറ്റില്ല. അയാള് വല്ലാതെ ഒരു തന്ത്രശാലിയായ ഒരു അസുരനാണ് ഈ ഹിരണ്യകശ്യപു. അപ്പൊ അയാള് പറഞ്ഞു, ശരി, എനിക്ക് അമരത്വം വേണ്ട, ഞാൻ ചില നിബന്ധനകൾ വെക്കാം, 5-6 നിബന്ധനകൾ ഞാൻ വെക്കാം, അതെങ്കിലും അങ്ങ് എനിക്ക് അനുവദിച്ചു തരണം. ശരി, പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, ഒരു മനുഷ്യനാലോ മൃഗത്താലോ ഘോര നാഗ സർപ്പങ്ങളാലോ ദേവാസുരന്മാരാലോ ഞാൻ വധിക്കപ്പെടരുത്. എന്റെ വീടിന്റെ അകത്തോ പുറത്തോ വെച്ചു ഞാൻ വധിക്കപ്പെടരുത്. ആകാശത്തോ ഭൂമിയിലോ വെച്ച് ഞാൻ വധിക്കപ്പെടരുത്. ഒരുവിധ ആയുധം, അസ്ത്രം, ശസ്ത്രം അതുകൊണ്ട് ഞാൻ വധിക്കപ്പെടരുത്. എന്റെ മരണം ഒരു ദിവസത്തിന്റെ പ്രഭാതത്തിലോ ഒരു ദിവസത്തിന്റെ രാത്രി സമയത്തിലോ ആവരുത്. ബ്രഹ്മാവ് പുഞ്ചിരിച്ചു. ശരി എന്ന് പറഞ്ഞു. ഈ 5 നിബന്ധനകളും ഞാൻ നിനക്ക് നടത്തിത്തരാം. ഞാൻ ഈ 5 നിബന്ധനകളും നിനക്ക് തരാം എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അനുഗ്രഹിച്ച് വിടും. അങ്ങനെ ആ സമയം അയാൾ തപസ്സിരിക്കാൻ വന്ന സമയത്ത് കൊട്ടാരത്തിൽ അയാളുടെ ഭാര്യ കയാധു എന്നാണ് അവരുടെ പേര്. ഹിരണ്യകശ്യപുയുടെ പത്നിയുടെ പേര് കയാധു എന്നാണ്. അവർ ഗർഭിണിയായിരുന്നു. അയാൾ ആ രാജ്യത്ത് ഇല്ലാത്ത സമയത്ത് ദേവന്മാർ അയാളുടെ രാജ്യം ആക്രമിക്കുകയും അസുരന്മാരെ എല്ലാം കീഴ്പ്പെടുത്തി അവരെ എല്ലാം ബന്ദികളാക്കി കൊണ്ടുപോവുകയും അങ്ങനെ ഇന്ദ്രൻ തന്നെ നേരിട്ട് വന്ന് ഹിരണ്യകശിപുയുടെ പത്നിയെ ദേവലോകത്ത് കൊണ്ടുപോയി വധിക്കാം എന്ന് ഓർക്കും. അപ്പോഴാണ് ദേവർഷിയായ നാരദൻ ഇടപെട്ടിട്ട് പറയുക, ഒരു ഗർഭിണിയായ സ്ത്രീയെ വധിക്കരുത്, മഹാപാപം വാങ്ങി വെക്കരുത്. സ്ത്രീയാണ്, അസുര സ്ത്രീ ആണെങ്കിലും ഗർഭിണിയാണ്, കൊല്ലരുത്. മാത്രമല്ല, ഞാൻ ഇവളുടെ കൊട്ടാരത്തിൽ പല പ്രാവശ്യം പോവാറുണ്ട്.
അങ്ങനെ ആ പോകുന്ന സമയത്തൊക്കെ ഇവൾ എന്നോട് മഹാവിഷ്ണുവിന്റെ കഥകൾ ചോദിക്കാറുണ്ട്. ഞാൻ അവൾക്കത് പറയാറുമുണ്ട്. അങ്ങനെ അവളുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ പിതാവ് ഒരു അസുരനാണെങ്കിലും ആ കുഞ്ഞ് ഒരു തികഞ്ഞ വിഷ്ണു ഭക്തനായിരിക്കും. ഇവൻ കാരണം ഇവന്റെ പല തലമുറകളും ശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ട് ഈ സ്ത്രീയെ നീ വിട്ടയക്കണം. ഒരു ഗർഭിണിയായ സ്ത്രീയെ എന്ത് വന്നാലും നീ കൊല്ലരുത് ഇന്ദ്ര എന്ന് പറയും. അങ്ങനെ ദേവർഷിയുടെ വാക്കുകൾ മാനിച്ച് ആ ഹിരണ്യകശിപുവിന്റെ പത്നിയെ അവൻ തന്നെ കൊട്ടാരത്തിൽ കൊണ്ടുചെന്നാക്കും. അങ്ങനെ ഹിരണ്യകശ്യപു വരുന്ന സമയത്ത് അവന് ആ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടാവും. ആ കുഞ്ഞു മോനാണ് പ്രഹ്ലാദൻ. അങ്ങനെ ആ വരം കിട്ടി വന്ന സമയത്ത് താൻ അമരത്വം നേരിട്ട് തനിക്ക് ലഭിച്ചെങ്കിലും തന്റെ തന്ത്രം കൊണ്ട് താൻ അമരനായി, താൻ ബ്രഹ്മാവിനെ പോലും കബളിപ്പിച്ചു എന്നൊരു അഹങ്കാരം അവന് വരികയും അവൻ സകല ലോകങ്ങളും ആക്രമിക്കാൻ തുടങ്ങുകയും അവൻ ആദ്യത്തെ ഉത്തരവിടും തന്റെ രാജ്യത്ത് ഏതൊക്കെ ക്ഷേത്രങ്ങളുണ്ടോ ആ ക്ഷേത്രങ്ങളെല്ലാം അടച്ചു പൂട്ടണം. അവിടെ ആ സമയത്തെല്ലാം ഗുരുകുല വിദ്യാഭ്യാസമാണ്. ആ ഗുരുകുലത്തിൽ അവന്റെ പുത്രനായ പ്രഹ്ലാദനും പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോ മോനെ വിളിച്ചു ചോദിച്ചു, ഗുരുകുലത്തിൽ എന്താണ് പഠിച്ചത്? ഓം നമോ വിഷ്ണവേ നമഃ. ഇത് ഓം നമോ വിഷ്ണവേ നമഃ. മാറ്റിപ്പിടിക്കണം, സിലബസ് മാറ്റണം. ഉടനെ തന്നെ അയാള് ഉം ഇപ്പോഴത്തെ കാലത്ത് ഈ സർക്കുലർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ഉത്തരവിടും. ഇനി മേലാൽ ഗുരുകുലത്തിൽ വേദങ്ങളോ പുരാണങ്ങളോ ഉപനിഷത്തുകളോ പഠിപ്പിക്കരുത്. ഓം നമോ ഹിരണ്യകശ്യപവേ നമഃ എന്ന് പറയാൻ പഠിപ്പിക്കണം. ഏതൊക്കെ കുട്ടികൾ ഇത് പറയാൻ മടിക്കുന്നുവോ അവരെ ടി.സി കൊടുത്ത് പറഞ്ഞു വിട്ടേക്കും. ഇനി മേലാൽ ആരും മഹാവിഷ്ണുവിന്റെയോ ഒരു ദൈവത്തിന്റെയോ പേര് വെച്ച് ഇവിടെ എന്റെ രാജ്യത്തിൽ പറ്റില്ല. അങ്ങനെ ഈ ടീച്ചേഴ്സിനെയും മാറ്റും. അസുര ഗുരുവായ ശുക്രാചാര്യർ അദ്ദേഹത്തിന്റെ മക്കൾ ചണ്ഡമാരുതന്മാർ അവരെയാണ് അവിടത്തെ ടീച്ചേഴ്സ് ആയിട്ട് ഗുരുക്കന്മാരായിട്ട് അപ്പോയിന്റ് ചെയ്യുക. അപ്പോ രാജാവിന്റെ മകനാണ് ഫസ്റ്റ് ഇതിൽ തന്നെ ഇരുത്തി പറയൂ, നിന്റെ അച്ഛനൊക്കെ തന്നെയാണ്, പക്ഷെ നമുക്ക് മോളിൽ നിന്നുള്ള ഓർഡർ ആണ്. പറ ഓം ഹിരണ്യ കശ്യപേ നമ, ഓം നമോ നാരായണായ നമ. അങ്ങനെ അവർക്ക് തന്നെ ഇത് സഹിക്കാൻ പറ്റാതെയായി. മാത്രമല്ല ഇവൻ എന്താ ചെയ്തിരുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുരുകുലത്തിന്റെ നമ്മൾക്ക് ഇപ്പോഴൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ ഇന്റർവെൽ കൊടുക്കുന്നുണ്ടല്ലോ, ഇടവേള. അങ്ങനെ ആ സമയത്തൊക്കെ അസുരന്മാരുടെ മറ്റു കുട്ടികളും ഈ മോന്റെ കൂടെ പഠിച്ചിരുന്നു. അവരോടൊക്കെ പറയും ഹിരണ്യകശ്യപേ നമഃ ഒന്നും ജപിക്കല്ലേട്ടോ, ഓം നമോ നാരായണായ നമ, ഓം നമോ വിഷ്ണവേ നമഃ ജപിക്കുക കേട്ടോ. പിന്നെ ഈ വിഷ്ണുവിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഈ വിഷ്ണുവിന്റെ കഥകൾ കേട്ട് 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 എന്തായി, ഈ അസുരന്മാരുടെ മക്കൾക്കെല്ലാം ആ ബുദ്ധി നന്നാവാൻ തുടങ്ങി. അവരും നന്നാവാൻ തുടങ്ങി. അവരിനി അസുരന്മാരുടെ വഴിക്ക് പോവില്ല. മഹാവിഷ്ണുവിനെ തന്നെ ഭജിക്കാം, പൂജിക്കാം എന്നുള്ള നല്ല ബുദ്ധി ആ മക്കൾക്ക് വരാൻ തുടങ്ങി. ഈ മക്കൾ ഇങ്ങനെ മഹാവിഷ്ണുവിനെ ഭജിച്ചു കഴിഞ്ഞാൽ അത് അസുര വംശത്തിന് തന്നെ വലിയൊരു വെല്ലുവിളിയാന്ന് മനസ്സിലാക്കിയ അസുരന്മാരെല്ലാം രാജാവായ ഹിരണ്യകശ്യപുവിന്റെ അടുത്ത് പോയി പറയും, അങ്ങുന്നേ അങ്ങ് മാറ്റി, സിലബസ് മാറ്റി. പക്ഷെ അങ്ങയുടെ മകൻ രാജകുമാരൻ പ്രഹ്ലാദൻ എന്റെ മക്കളുടെ സ്കൂളിൽ തന്നെയാ പഠിക്കുന്നെ. ഈ ഇടവേള കിട്ടിയ സമയത്തെല്ലാം അവന്റെ ഗുരുക്കന്മാര് പഠിപ്പിക്കുന്നതല്ല അവൻ നിങ്ങളുടെ മക്കളോട് പഠിപ്പിക്കാൻ പറയുന്നത്. വീട്ടിൽ വന്ന് ബുക്ക് എടുത്ത് എന്താടാ പഠിച്ചേ ചോദിച്ചു കഴിഞ്ഞാൽ ഓം നമോ നാരായണായ നമഃ, ഓം നമോ വിഷ്ണവേ നമഃ എന്നാണ് അവര് പറയുന്നത്. വിഷ്ണുവിന്റെ കഥകളാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നമ്മുടെ അസുരവംശത്തിന് തന്നെ വലിയൊരു വെല്ലുവിളിയല്ലേ എന്ന് പറയും. അങ്ങനെയാണ് ഹിരണ്യകശ്യപുവിന് കാര്യഗൗരവം മനസ്സിലാവുക. അങ്ങനെ മകനെ വിളിച്ചു വരുത്തും. വളരെ സാത്വിക ഗുണമുള്ള കുഞ്ഞു മോനാട്ടോ പ്രഹ്ലാദൻ. ഇങ്ങനെ കൊട്ടാരത്തിന്റെ സഭയിൽ വരാൻ പറയപ്പോ ചിരിച്ചോണ്ട് തൊഴു കൈയോടെ അവൻ അച്ഛന്റെ മുമ്പിൽ നിർത്തി എന്താ അച്ഛാ ചോദിക്കും. എന്താടാ നീ പഠിച്ചത്? ഓം നമോ വിഷ്ണവേ നമഃ. ആരാടാ ഈ വിഷ്ണു? അദ്ദേഹം എല്ലായിടത്തും ഉണ്ട് അച്ഛാ. ആ ഒരു പ്രാവശ്യം മകനെ താക്കീത് ചെയ്ത് വിടും. എന്നിട്ട് പറയും നിന്റെ വല്യച്ഛനെ കൊന്ന ആളാണ്. നമ്മുടെ ജന്മവൈരിയാണ്. ഇനി മേലാൽ ഈ കൊട്ടാരത്തിലോ നിന്റെ വായിന്നോ നിന്റെ കൂട്ടുകാർക്കോ
പേര് നീ ഉച്ചരിച്ചു എന്ന് കണ്ടാ നീ എന്റെ മകനാന്ന് പോലും നോക്കില്ല. ആദ്യത്തെ പ്രാവശ്യം താക്കീത് ചെയ്ത് വിടുകയാണ്. ഇനി മേലാൽ എവിടെയും ആ പേര് ഉച്ചരിക്കരുത് പ്രഹ്ലാദ എന്ന് പറയും. ആ മോൻ അതിന് ഉത്തരം കൊടുത്തത് ഓം നമോ നാരായണായ നമഃ എന്നാണ്. ആ കുട്ടിക്ക് ദേഷ്യം വന്നില്ല. ഇപ്പോഴത്തെ ചില കുട്ടികൾ ഇല്ല ഞാൻ പറഞ്ഞാ കേക്കില്ല എന്ന് ബാക്ക് ആൻസർ കൊടുത്തില്ല, തക്കുത്തരം കൊടുത്തില്ല, ദേഷ്യപ്പെട്ടില്ല. പക്ഷെ അവൻ വളരെ നൈസായിട്ട് അച്ഛനോട് പറഞ്ഞു. പക്ഷെ ഇങ്ങനൊക്കെ ചെയ്യണേട്ടോ എന്ന് അച്ഛൻ നിർദ്ദേശിച്ചപ്പോ അതിനുള്ള ആ മോന്റെ ഉത്തരം ഓം നമോ നാരായണായ നമഃ എന്നായിരുന്നു. ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ ഹിരണ്യകശ്യപു ഈ പാചകശാലയിൽ പോയിട്ട് മകന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുക്കാൻ പറയും. അങ്ങനെ വിഷമുള്ള ഭക്ഷണം കഴിച്ച പ്രഹ്ലാദൻ മരിച്ചു തന്നെ പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ അവന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് മഹാവിഷ്ണുവല്ലേ. ആ വിഷം മുഴുവനും അദ്ദേഹം എടുക്കുകയും അവൻ ആ വിഷം കലർന്ന ഭക്ഷണം കഴിച്ചത് ആ കുഞ്ഞിന് അമൃതം പോലെയാണ് തോന്നിയത്. പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ആ വലിയൊരു മലയിലേക്ക് കൊണ്ടുപോയി തന്ത്രപൂർവം തന്റെ ഭടന്മാരോട് ആ മലയിൽ നിന്നും ഉരുട്ടി താഴെ ഇടാൻ പറഞ്ഞു. പക്ഷേ മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം വായു ആ കുഞ്ഞിനെ സ്വന്തം കൈകളിൽ എടുത്ത് ഒരു കുഞ്ഞിക്കുട്ടിക്ക് ഊഞ്ഞാലാടാൻ ഇഷ്ടമല്ലേ, അതുപോലെ വായു കൈകളിൽ വെച്ച് ഊഞ്ഞാലാട്ടി. അതും മതിയാവാതെ ഈ പ്രഹ്ലാദനെ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടിട്ടപ്പോൾ സമുദ്ര രാജാവിന്റെ ജാമാതാവാണല്ലോ മഹാവിഷ്ണു. ലക്ഷ്മി വന്നത്, ലക്ഷ്മി സമുദ്ര രാജാവിന്റെ മകളല്ലേ. തന്റെ ജാമാതാവിന്റെ ഉത്തമ ഭക്തനെ ഒരു വളരെ നല്ല രീതിയിലാണ് സമുദ്ര രാജാവ് സ്വീകരിച്ച് മടിയിലിരുത്തി വിശിഷ്ട ഭോജനങ്ങളൊക്കെ കൊടുത്ത് വളരെ നല്ല രീതിയിൽ പറഞ്ഞു വിട്ടു കൊട്ടാരത്തിലേക്ക്. വിഷപ്പാമ്പുകളുടെ അവിടെ വിട്ടപ്പോ പാമ്പുകളുടെ നേതാവ് ശേഷനാണ്, ആദിശേഷൻ. അതിന്റെ മുകളിലാണ് മഹാവിഷ്ണു ശയിക്കുന്നത്. ഒരു ഇറ്റു വിഷം പ്രഹ്ലാദന്റെ മുകളിൽ വിഴരുത് എന്ന് നിർദ്ദേശം കൊടുത്തു ആദിശേഷൻ. അങ്ങനെ അവന്റെ ചുറ്റും പോയ ഘോര സർപ്പങ്ങളൊക്കെ ഒരു പുഴുക്കളെ പോലെ ചുരുണ്ടുകൂടി കിടന്നു. മദം പിടിച്ച ആനകളുടെ മധ്യത്തിൽ ഈ മോനെ കൊണ്ട് തള്ളിയപ്പോൾ അവരുടെ കൊമ്പും തുമ്പിക്കൈയും ഈ കുഞ്ഞിനെ എടുക്കാൻ അവന്റെ ഹൃദയത്തിൽ തൊട്ടപ്പോൾ അവിടെ വസിക്കുന്ന മഹാവിഷ്ണുവിന്റെ ഗദയുടെ ഇതവർക്ക് അറിയുകയും ആ ആനകളുടെ മദപ്പാടൊക്കെ പോയി അവര് വളരെ അനുസരണയുള്ള ഗജങ്ങളായി ഈ മോന്റെ മുമ്പിൽ നിന്നത്രേ. എന്തു ചെയ്തിട്ടും ഈ മോനെ കൊല്ലാൻ പറ്റുന്നില്ല. അറ്റ കൈ. ഇവന്റെ ഒരു അനിയത്തിയുണ്ട്. അവളുടെ പേര് ഹോളിക എന്നാണ്. അവളുടെ മടിയിൽ അവൾക്ക് ഈ അഗ്നി കൊണ്ടുള്ള മരണം വരില്ല എന്നൊരു വരം നേടിയിരുന്നു. അതുകൊണ്ട് അവളുടെ മടിയിൽ ഈ മകനെ ഇരുത്തി തീ കൊടുത്തു. പക്ഷെ അഗ്നിദേവനും മഹാവിഷ്ണുവിനെ അനുസരിക്കേണ്ടവൻ തന്നെയാണ്. അങ്ങനെ ഈ അഗ്നിബാധയിൽ ഇരുന്നപ്പോഴും ആ കുട്ടിക്ക് ഒരു കുളിർ മഴ പെയ്യുന്ന പോലെയാണ് തോന്നിയത്. അങ്ങനെ ഹോളിക ആ അഗ്നിബാധയിൽ മരിച്ചു. അതുകൊണ്ടാണ് ഈ വടക്കേ ഇന്ത്യ, ഉത്തരേന്ത്യയിലൊക്കെ ഹോളി എന്നൊരു ആഘോഷം ചെയ്യുമ്പോൾ അതിന്റെ തലേന്ന് വീട്ടിലുള്ള പഴയ സാധനങ്ങളൊക്കെ ഇട്ട് ഈ തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് കത്തിക്കുന്നത്. നമ്മുടെ വീട്ടിന്റെ നെഗറ്റീവ് ഊർജങ്ങളൊക്കെ പോവട്ടെ എന്നുള്ളൊരു പ്രതീകത്തിനാണ്. ഈ നമ്മുടെ ദക്ഷിണ ഭാരതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പൊതുവെ വടക്കേ ഇന്ത്യ, ഉത്തരേന്ത്യയിലൊക്കെ ഈ ഹോളിയുടെ തലേ ദിവസം ഈ ഹോളികാ ദഹനം നടത്താറുണ്ട്. നമ്മുടെ ശരീരത്തിലെയും മനസ്സിലെയും വീട്ടിലെയും സകല നെഗറ്റീവ് ഊർജവും പോട്ടെ എന്നുള്ളൊരു പ്രതിനിധീകരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കത്തിക്കുന്നത്. ഇനി എന്തു ചെയ്യും? അങ്ങനെ അവസാനം ഹിരണ്യകശ്യപു നിറഞ്ഞ സഭയില് മോനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇത്രയും മഹാവിഷ്ണുവിനെ പറയുന്നുണ്ടല്ലോ, മുഴുവൻ അനുസരണക്കേടാണ് കുട്ടി നീ എന്നോട് കാണിക്കുന്നത്. എവിടെയുണ്ടടാ നിന്റെ മഹാവിഷ്ണു? ഞാൻ ഈ പറയുന്ന തൂണിലുണ്ടോ? ഞാൻ ഈ കാണിക്കുന്ന തുരുമ്പിലുണ്ടോ? നമ്മുടെ ഉദ്യാനത്തിലുള്ള പുല്ലിലുണ്ടോ? അയാള് ദേഷ്യം കൊണ്ട് വറച്ചിട്ട് അവിടെ ഇരിക്കുന്ന ഒരു തൂണ് ചവിട്ടി. ആ ചവിട്ട് കൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഭൂമി കുലുങ്ങുന്ന പോലെ ആ തൂണ് പൊളിച്ചുകൊണ്ട്
ഘോര ശബ്ദത്തോടെ, ആ ഘോര ശബ്ദത്തിൽ 3 ലോകവും ഞെട്ടിപ്പോയത്രേ. ദേവന്മാരെല്ലാം അവിടെ ഒത്തുകൂടി. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ ദേവന്മാരെല്ലാം ഒത്തുകൂടി. അങ്ങനെ ആ ആ, തൂണിൽ നിന്നും ഒരു ഉഗ്രരൂപം വന്നു. മനുഷ്യന്റെ ഉടലും സിംഹത്തിന്റെ തലയുമുള്ള ഒരു ഉഗ്രരൂപം. ആ അതാണ് നരസിംഹമൂർത്തി. മനുഷ്യന്റെയും സിംഹത്തിന്റെയും ഒരു കോമ്പിനേഷൻ. അദ്ദേഹം ആ തൂണ് പിളർന്ന് വന്ന സമയത്ത് ആ തൂൺ വല്ലാതെ ഉള്ളിലേക്ക് പോവുകയും അതൊരു ഗുഹ പോലെ ആവുകയും ചെയ്തു. അങ്ങനെ ആ തൂണ് ഒരു ഗുഹ പോലെ ആയതുകൊണ്ട് മോളീന്ന് അവർ പുഷ്പവൃഷ്ടി നടത്തി. ആ സമയമെല്ലാം ഉഗ്രമായിട്ട് ഗർജിച്ചുകൊണ്ട് വളരെയധികം ദേഷ്യത്തോടെ നരസിംഹമൂർത്തി ഹിരണ്യകശ്യപുവിനെ അയാളുടെ സിംഹാസനത്തിൽ നിന്നും എടുത്ത് അയാളുടെ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ നടന്നു. അത് ഒരു സന്ധ്യാസമയമായിരുന്നു. അങ്ങനെ ആ വാതിൽ പടിയിൽ ഇരുന്ന് നരസിംഹമൂർത്തി ഈ ഹിരണ്യകശ്യപുവിനെ തന്റെ മടിയിൽ കിടത്തി വലിയ നഖങ്ങൾ കൊണ്ട് അയാളുടെ വയർ കീറി പൊളിച്ച് രക്തം കുടിച്ച് കുടൽ എല്ലാം എടുത്ത് ആ കുടലെല്ലാം ഒരു മാല എന്നോണം അദ്ദേഹം തന്റെ കഴുത്തിൽ അണിഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ദേഷ്യം അടങ്ങിയില്ല. അങ്ങനെ ഹിരണ്യകശ്യപുവും മരിച്ചു. അതാണ് വിജയൻ. അങ്ങനെ അവരുടെ ജയന്റെയും വിജയന്റെയും ഒരു ജന്മം കഴിഞ്ഞു. അങ്ങനെ ആ വന്ന തൂണ് വല്ലാതെ ഒരു പിളർന്ന് ഗുഹ പോലെ ആയതുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തിയ ദേവന്മാർ അവിടെ നിന്നും ഒച്ച വെച്ചു. അഹോ വീര്യം, അഹോ ബലം, അഹോ ബിലം എന്ന് ഒച്ച വെച്ചു. സംസ്കൃതത്തിൽ ബിലം എന്ന് പറഞ്ഞാൽ ഗുഹയാണ്. അഹോ എന്ന് പറഞ്ഞാൽ ഒരു ആശ്ചര്യത്തോടെ അവർ പറഞ്ഞു, എന്തൊരു വലിയ ഗുഹ എന്നുള്ളതാണ്. അവർ അഹോബിലം എന്ന് പറഞ്ഞതാണ്. അതാണ് ആ അഹോബിലമാണ് നരസിംഹമൂർത്തിയുടെ മൂലസ്ഥാനമായിട്ട് നമ്മൾ കാണുന്ന ആന്ധ്രാപ്രദേശിലാണ്, ഈ നന്ദ്യാൽ ജില്ലയിലാണ് ഈ അഹോബിലം ഉള്ളതും അവിടെ നവ നരസിംഹമൂർത്തി ക്ഷേത്രവുമുണ്ട്. അങ്ങനെ തന്റെ കയ്യിലും തന്റെ കഴുത്തിലും എല്ലാം ആ അസുരന്റെ ചോരയും ചർമ്മവും മാംസവും പറ്റിയിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആ കൊട്ടാരത്തിന്റെ അടുത്തു കൂടി ഒഴുകുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഒരു ചോല എന്ന് പറയാം, അതിൽ കൈ കഴുകി. അദ്ദേഹം കൈ കഴുകിയപ്പോൾ ആ വെള്ളം മുഴുവനും രക്തവർണമാവുകയും ഇന്നും അഹോബിലത്തിൽ ആ അവിടെ കൂടി ഒഴുകുന്ന ആ വെള്ളത്തിന് ചുവപ്പ് നിറമാണെന്നും അതിന് അഹോബിലത്തിൽ കുണ്ടം എന്നാണ് പേരുമെന്ന് പറയുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ദേഷ്യം ശമിക്കാതെ വന്നാൽ ബ്രഹ്മാണ്ടം തന്നെ പോവുമെന്നൊരു അവസ്ഥ വന്നപ്പോൾ മഹാലക്ഷ്മിയോട് അദ്ദേഹത്തെ ശാന്തനാക്കാൻ പറഞ്ഞു. എന്നാൽ മഹാലക്ഷ്മിക്ക് പോലും ഈ ഉഗ്രരൂപത്തിന്റെ അടുത്ത് പോവാൻ അമ്മ പോലും ഭയന്നു. അങ്ങനെ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞി മോനായ പ്രഹ്ലാദൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നിന്ന് കൈകൂപ്പി തല താഴ്ത്തി പറഞ്ഞു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ എല്ലാവർക്കും അങ്ങ് നന്മ വരുത്തണം. എന്റെ അച്ഛൻ അജ്ഞത കൊണ്ട് ചെയ്തു പോയ സകല പാപങ്ങളും അങ്ങ് പുറത്ത് അദ്ദേഹത്തെ മാപ്പാക്കണം. എനിക്ക് അങ്ങയുടെ അടുത്തിൽ നിന്നും ഒന്നും വേണ്ട. കാരണം എനിക്ക് അങ്ങയോടുള്ളത് സ്നേഹവും ഭക്തിയും മാത്രമാണ്. എനിക്ക് അത് തരൂ ഇത് തരൂ എന്ന് ഞാൻ അങ്ങയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭക്തനിൽ നിന്നും വ്യാപാരിയായി പോവും. അതുകൊണ്ട് ലോക നന്മയ്ക്കായി അങ്ങ് എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇങ്ങനെ ഈ കുഞ്ഞി മോന്റെ പ്രാർത്ഥന കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സലിയുകയും അങ്ങനെ നരസിംഹൻ ശാന്ത സ്വരൂപനാവുകയും അദ്ദേഹം തന്നെ പ്രഹ്ലാദന്റെ ആ രാജ്യാഭിഷേകം ചെയ്തു എന്നാണ് പറയുന്നത്. ഈ കഥ നടന്നത് സത്യയുഗത്തിൽ
അസുരന്മാരുടെ രാജ്യത്താണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോവുകയും ത്രേതായുഗത്തിൽ ഒരു മഹർഷി ഉണ്ടായിരുന്നു. വിശ്രവസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വലിയ തപോബലമുള്ള ഒരു മഹർഷി. അതേ സമയം അവിടെ സുമാലി എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. അയാളുടെ മകളായിരുന്നു കൈകസി. അപ്പൊ അയാൾക്ക് ഈ മഹർഷിയെ പറ്റി നല്ലൊരു അഭിപ്രായവും അയാൾക്ക് വിചാരിച്ചു, ഈ മഹർഷിയെ എന്റെ മകൾ വിവാഹം ചെയ്താൽ ആ മഹർഷിയുടെ തപോബലം അങ്ങനെയുള്ള പല നല്ല ഗുണങ്ങളുമുള്ള സന്തതി പരമ്പര കിട്ടുമല്ലോ. അങ്ങനെ മകളോട് വല്ല വിനയം ഈ മഹർഷിയെ പതിയായി ആ, വരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കൈകസി ഈ ആശ്രമത്തിൽ പോയി. വളരെ രൂപലാവണ്യമുള്ള ഒരു സ്ത്രീയാണ് കൈകസി. അങ്ങനെ അവർ വളരെയധികം ഭംഗിയായി ഒരുങ്ങി ഈ ആശ്രമത്തിൽ പോയി. കുറെ പുഷ്പങ്ങൾ, പഴങ്ങൾ എല്ലാം കൊണ്ടുപോയി തല കുനിച്ച് നിൽക്കും. പക്ഷെ ഒരുപാട് തപശക്തിയുള്ള മഹർഷിക്ക് ഇവളുടെ ആഗമന ഉദ്ദേശം മനസ്സിലാവുകയും അദ്ദേഹം പറയും, നീ വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. നീ വന്ന സമയം നല്ലതല്ല, ചീത്ത സമയത്താണ് വന്നിരിക്കുന്നത്. പക്ഷെ എന്തിരുന്നാലും ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. പക്ഷെ നിനക്കും എനിക്കും ഉണ്ടാവുന്ന 3 മക്കളും മഹാദുർഗുണന്മാരായിരിക്കും. ഇങ്ങനെ എന്നെ നിനക്ക് വരിക്കണോ? അപ്പോ അവൾ പറയും, എനിക്ക് അങ്ങയെ തന്നെ പതിയായിട്ട് വേണം. കാരണം ഇതിനു മുന്നേ ഞാൻ ഇതുപോലെ ഒരാളുടെ മുമ്പിൽ പോയി നിന്നിട്ടില്ല. എനിക്ക് അങ്ങയെ തന്നെ വരിക്കണം. എനിക്ക് സൽബുദ്ധിയുള്ള ഒരു പുത്രനെയെങ്കിലും കിട്ടുമെന്ന് അങ്ങ് അനുഗ്രഹിക്കണം. അങ്ങനെ അനുഗ്രഹിക്കുകയും അങ്ങനെ ഈ ദമ്പതികൾക്ക് 4 മക്കളുണ്ടാവും. അതിലെ ഇവരുടെ മൂത്ത പുത്രനാണ് രാവണൻ. രണ്ടാമത്തെ പുത്രൻ കുംഭകർണൻ. മൂന്നാമതൊരു പുത്രി ശൂർപ്പണഖ. അങ്ങനെ ആ കൈകസി ആഗ്രഹിച്ചതുപോലെ 4ാമത്തെ സന്തതി സ്വഭാവിയായ വിഭീഷണനായിരുന്നു. അങ്ങനെ ത്രേതായുഗത്തിൽ രാവണൻ ചെയ്തതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. സീതയെ തട്ടിക്കൊണ്ടുവരികയും അവിടെ രാക്ഷസിമാരുടെ കൂടെ അശോകവനത്തിൽ താമസിപ്പിച്ചതും അങ്ങനെ രാവണ യുദ്ധം നടന്നതും ആ സമയമെല്ലാണ് രാവണന്റെ സഹോദരനായ കുംഭകർണൻ ബ്രഹ്മാവിന്റെ അടുത്ത് തപസ്സിരിക്കുകയും അവൻ തപസ്സിരുന്നത് തനിക്ക് ഇന്ദ്രന്റെ സിംഹാസനം വേണം എന്നൊരു ഉദ്ദേശത്തോടെയാണ് അവൻ തപസ്സിരുന്നത്. പക്ഷെ ഇത് മനസ്സിലാക്കിയ ദേവന്മാർ സരസ്വതി ദേവിയുടെ അടുത്ത് പോയി അവന്റെ നാവിൽ നല്ല സരസ്വതി ആയിട്ടല്ല, വികട സരസ്വതി ആയിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ തപസ്സിൽ സംതൃപ്തനായ ബ്രഹ്മാവ് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ തനിക്ക് ഇന്ദ്രാസനം വേണം എന്ന് പറയാൻ വന്ന ആ നിമിഷം സരസ്വതി ദേവി നാവിൽ വികട സരസ്വതിയായി നിന്ന് അവൻ ഇന്ദ്രാസനത്തിന് പകരം നിദ്രാസനം വേണമെന്ന് ചോദിച്ചു. അങ്ങനെ ആ വരം കൊടുക്കുകയും അതുകൊണ്ടാണ് കുംഭകർണൻ 6 മാസം ഉറങ്ങുന്നതും 6 മാസം ഉണർന്നിരിക്കുന്നതും. അങ്ങനെ ഈ രാവണ യുദ്ധം നടക്കുന്ന സമയത്ത് കുംഭകർണൻ ഗാഢനിദ്രയിലായിരുന്നത്രേ. പിന്നെ രാവണന്റെ സൈന്യം വിളിച്ചുണർത്തുകയും അങ്ങനെ സഹോദരനെ സഹായിക്കാം എന്ന് അയാൾ ഏറ്റെങ്കിലും ഒരു കാര്യം അയാൾ തുറന്നു തന്നെ സമ്മതിച്ചു. രാവണ, നീ ചെയ്തത് തെറ്റായി പോയി. സീതാ അപഹരണം വലിയ തെറ്റായി പോയി. പക്ഷെ ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് ഒരു ചുമതലയുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാം. അങ്ങനെ ആ കുംഭകർണനും രാമനാൽ എന്നും ചിലർ രാമസൈന്യം എന്നാലും എന്ന് പറയുന്നു. ശ്രീമദ് ഭാഗവതം, നാരായണീയം എല്ലാം പറയുന്നത് ശ്രീരാമനാൽ തന്നെ ആ കുംഭകർണനും അനന്തരം രാവണനും വധിക്കപ്പെട്ടു എന്നാണ്. ഇതിൽ രാവണൻ ജയനും കുംഭകർണൻ വിജയനുമായിരുന്നു. അങ്ങനെ അവരുടെ 2ാമത്തെ ജന്മവും തീർന്നു. 3ാമത്തെ ജന്മത്തിൽ അവർ ശിശുപാലനും ദന്തവക്രനുമായിട്ട് ജനിച്ചു. അതിൽ ശിശുപാലന്റെ അമ്മയും ദന്തവക്രന്റെ അമ്മയും ശ്രീകൃഷ്ണന്റെ പിതാവായ വസുദേവന്റെ സഹോദരിമാരായിരുന്നു. അങ്ങനെ അവരെല്ലാം
ഒരു കുടുംബക്കാർ തന്നെയായി. എന്തെന്നറിയില്ല. ചെറുപ്പം തൊട്ട് തന്നെ ഈ ശിശുപാലന് ശ്രീകൃഷ്ണനെ കണ്ടാൽ തന്നെ വല്ലാതെ വെറുപ്പായിരുന്നു. എപ്പോഴും കളിയാക്കുക, അവഹേളിക്കുക, ഉപദ്രവിക്കുക. അങ്ങനെ ആ, ശിശുപാലന്റെ അമ്മ ശ്രീകൃഷ്ണന്റെ അമ്മായിയാണല്ലോ, അച്ഛൻ പെങ്ങളാണല്ലോ. അങ്ങനെ ശ്രീകൃഷ്ണൻ അച്ഛൻ പെങ്ങളോടൊന്ന് പറയും, ഇവന്റെ 100 കുറ്റങ്ങൾ ഞാൻ പൊറുക്കാം എന്ന്. ഇവന്റെ അപമാനം, ഇവന്റെ വെറുപ്പ്, ഇവന്റെ അവഹേളനം 100 ആവൃത്തി കടക്കുന്നുവോ, അമ്മായി അന്ന് എന്നെ തടയരുത്, അന്ന് ഞാൻ തന്നെ ഇവനെ വധിക്കും. അങ്ങനെ കാലം കടന്നു പോവുകയും കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം യുധിഷ്ഠിരനെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. അങ്ങനെ അതിനുശേഷം രാജാവ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു യാഗമാണ് രാജസൂയ യജ്ഞം. അതിൽ അഗ്രപൂജയുണ്ട്. അതിൽ അവർ ദേവർഷിയായ നാരദന്റെയും ഭീഷ്മ പിതാമഹന്റെയും ഒക്കെ നിർദ്ദേശമനുസരിച്ച്, പിന്നെ വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അങ്ങനെ വലിയ മഹർഷിമാരുടെയും ദേവർഷിയുടെയും ഒക്കെ വാക്കുകൾ മാനിച്ച് യുധിഷ്ഠിരൻ അഗ്രപൂജയ്ക്കായി തിരഞ്ഞെടുത്തത് ശ്രീകൃഷ്ണനെ ആയിരുന്നു. ആ നിറഞ്ഞ സഭയിൽ ശിശുപാലനും ഉണ്ടായിരുന്നു. ആ നിറഞ്ഞ സഭയിലാണ് താൻ ചെയ്യുന്ന രാജസൂയ യജ്ഞത്തിന്റെ അഗ്രപൂജയ്ക്കായി ശ്രീകൃഷ്ണനെ തന്നെ തെരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ശിശുപാലൻ എഴുന്നേറ്റ് നിന്ന്, വേറെ ആരെയും കിട്ടിയില്ലേ യുധിഷ്ഠിര, ഒരു ഗോപാലകനെയാണോ അഗ്രപൂജയ്ക്കായി തിരഞ്ഞെടുക്കുന്നത്? എന്ത് യോഗ്യതയാണ് ശ്രീകൃഷ്ണന് ഉള്ളത് എന്ന് പറഞ്ഞ ആ നിറഞ്ഞ സഭയിൽ ശ്രീകൃഷ്ണനെ ഇരുത്തിക്കൊണ്ട് അയാൾ അവഹേളിക്കുവാൻ തുടങ്ങി. കൃഷ്ണൻ ചെറുപുഞ്ചിരിയോടെ ഇതെല്ലാം കേട്ടിരിക്കുകയും അങ്ങനെ അയാളുടെ ശിശുപാലന്റെ അവഹേളനം 100 ആവൃത്തി കടന്ന ആ ക്ഷണം തന്നെ അദ്ദേഹം സുദർശന ചക്രം കൊണ്ട് ശിശുപാലന്റെ ശിരസ് ഛേദിച്ചു. അങ്ങനെ അവനും മോക്ഷം ലഭിച്ച് അവൻ വൈകുണ്ഠത്തിൽ ജയനായി തന്നെ തിരിച്ചെത്തി. ഈ കഥ വരുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 74-ാം അധ്യായത്തിലാണ്. ഏതൊക്കെ സാഹചര്യത്തിലാണ് മഹാവിഷ്ണുവും ഏതൊക്കെ സാഹചര്യത്തിലാണ് ശ്രീകൃഷ്ണനും അദ്ദേഹത്തിന്റെ ദിവ്യായുധമായ സുദർശന ചക്രം ഉപയോഗിച്ചത് എന്ന് ഞാൻ വാസുകി ടോക്സിൽ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്തു വെക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യമല്ലാതെ വേറെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് മഹാവിഷ്ണുവും അദ്ദേഹത്തിന്റെ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണനും ഈ സുദർശന ചക്രം ഉപയോഗിച്ചതെന്ന് നിങ്ങൾക്ക് അറിയുവാൻ കഴിയും. അങ്ങനെ തന്റെ ഉറ്റമിത്രവുമാണ് ഈ ശിശുപാലനും ദന്തവക്രനും. ഒരേ കുടുംബക്കാർ മാത്രമല്ല, അവർ ഉറ്റ മിത്രവുമായിരുന്നു. അങ്ങനെയാണ് ഈ ശിശുപാല വധത്തിനു ശേഷം ശ്രീകൃഷ്ണൻ പിന്നീട് പോയത് സാല വധത്തിനും സൗഭഭഞ്ജനത്തിനുമാണ്. അതായത് രുക്മിണി സ്വയംവരത്തിൽ പരാജിതനായ ഒരു രാജാവായിരുന്നു സാൽവൻ. അപ്പോൾ തന്നെ അയാൾ ഒരു ശപഥമെടുത്തു, ഞാൻ യദുവംശത്തെ നശിപ്പിക്കും. അങ്ങനെ അയാളുടെ തപശക്തി കൊണ്ട് അയാൾ ആകാശത്തിൽ ഒഴുകി നടക്കുന്ന ഒരു കൊട്ടാരം സ്വന്തമാക്കി. അതിന് സൗഭം എന്നായിരുന്നു പേര്. അങ്ങനെ അത് ഉപയോഗിച്ച് അയാൾ നിരന്തരം ദ്വാരകാപുരിയിൽ വൻ വൃക്ഷങ്ങളും ഉരുളൻ കല്ലുകളും എല്ലാം വർഷിച്ച് അവിടെയുള്ളവരെ പൊറുതി മുട്ടിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ദ്വാരകാപുരിയിൽ കൃഷ്ണനും ബലരാമനും ഇല്ലാതെ ഒരു സമയത്ത് അവൻ അവിടെ വലിയ സൈന്യ സന്നാഹവുമായി യുദ്ധത്തിന് വരികയും കൃഷ്ണന്റെ മക്കളായ പ്രദ്യുമ്നൻ, അനിരുദ്ധൻ അവരെല്ലാവരും അയാളെ നേരിടുകയും ആ യുദ്ധം 27 ദിവസം നീണ്ടു നിന്നു. അങ്ങനെ അതിനിടയിൽ പ്രദ്യുമ്നന് പരിക്കുപറ്റി. പക്ഷെ ആ ക്ഷണം തന്നെ ഒരു നിയോഗം എന്ന പോലെ ശരിക്കും ആ സമയത്ത് തന്നെ കൃഷ്ണനും ബലരാമനും അവരുടെ തേരുകളിൽ ആ യുദ്ധഭൂമിയിൽ പ്രവേശിച്ചു. അങ്ങനെ കൃഷ്ണൻ വന്നപ്പോൾ തന്നെ മഹാമായാവിയായ ആ സാൽവൻ കൃഷ്ണന്റെ അച്ഛനായ വസുദേവനെ താൻ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണെന്നും തന്നെ ഉപദ്രവിച്ചാൽ അദ്ദേഹത്തെ വധിക്കുമെന്നും ഒരു കാഴ്ച കാണിച്ചു. ഇത് കണ്ട് ഒരു ക്ഷണം കൃഷ്ണൻ ഭയന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് ഇത് ഇയാളുടെ മായാവിദ്യയാണെന്ന്,
അങ്ങനെ അതിൽ അങ്ങേയറ്റം കോപം വന്ന അദ്ദേഹം ആ സാൽവനെ തന്റെ സുദർശന ചക്രം കൊണ്ട് ശിരസ് ഛേദിച്ചു വധിക്കുകയും അനന്തരം ഗദ കൊണ്ട് ആ സൗഭം എന്ന കൊട്ടാരം ആ പൊടിച്ച് ഇതാക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. ആ സാൽവന്റെയും കൂട്ടുകാരനായിരുന്നു ആ യുദ്ധഭൂമിയിലും ഈ ദന്തവക്രൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ യുദ്ധത്തിനു ശേഷം തന്റെ 2 ഉറ്റ ചങ്ങാതികളെയും കൃഷ്ണൻ കാരണം നഷ്ടമായി എന്ന് മനസ്സിലാക്കിയ ദന്തവക്രനെയും അദ്ദേഹം തന്റെ ഗദ ഉപയോഗിച്ച് കൊന്നു. അങ്ങനെ ദന്തവക്രനായ വിജയനും 3-മത്തെ ജന്മവും പൂർത്തിയാക്കി വൈകുണ്ഠത്തിലെത്തി. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് എല്ലാ രീതിയിലും ഇവിടെ ഭഗവാന്റെ ഒരു സാമീപ്യം, ഭഗവാന്റെ ഒരു പ്രസൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ജന്മം ദിതിയുടെയും കശ്യപന്റെയും മക്കളായിട്ട് ഇവർ ജനിച്ചപ്പോൾ പുരാണങ്ങൾ പറയുന്നത് അത് സത്യയുഗമായിരുന്നെന്നും ആ സമയത്ത് ദേവന്മാർ വസിച്ചിരുന്നത് ദേവലോകത്തും അസുരന്മാർക്ക് അവരുടേതായ ലോകമുണ്ടായിരുന്നു എന്നാണ്. പിന്നെ ത്രേതായുഗമായപ്പോൾ ദേവന്മാരും അസുരന്മാരും ഒരേ ലോകത്തിന്റെ വേറെ വേറെ ഭാഗങ്ങളിൽ ജീവിക്കുവാൻ തുടങ്ങി. അങ്ങനെ രാമൻ, ശ്രീരാമൻ അയോധ്യയിലും, രാവണൻ, കുംഭകർണൻ, ശൂർപ്പണഖ, വിഭീഷണൻ എന്നിവർ ലങ്കയിലുമായിരുന്നു. അങ്ങനെ ത്രേതയിൽ രാമനാൽ കുംഭകർണനും രാവണനും ശൂർപ്പണഖയും എല്ലാം രാമലക്ഷ്മണന്മാരാൽ വധിക്കപ്പെട്ടു. സത്യയുഗത്തിൽ ഭഗവാന്റെ അവതാരം വരാഹമൂർത്തി, നരസിംഹമൂർത്തി ആണെങ്കിൽ ത്രേതയിൽ ശ്രീരാമനായും, അങ്ങനെ ദ്വാപരയിൽ ഇവരെല്ലാം ആദ്യം വേറെ വേറെ ലോകത്ത് വസിച്ചിരുന്നു. പിന്നീട് അവർ ഒരേ ലോകത്ത് വേറെ വേറെ സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നു. എന്നാൽ ദ്വാപര യുഗത്തിൽ ദേവനും അസുരനും കുടുംബക്കാരായി. ആ സ്ഥലം കണ്ടോ, സ്പേസ് കുറഞ്ഞു. ആദ്യം വേറെ വേറെ ലോകം, പിന്നെ ഒരേ ലോകത്ത് വേറെ വേറെ സ്ഥലം. ഇപ്പോൾ ദേവനും അസുരനും ഒരേ കുടുംബത്തിൽ തന്നെയാണ് വസിച്ചിരുന്നത്. അങ്ങനെ മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണൻ ദ്വാപര യുഗത്തിൽ അങ്ങനെ ഈ ശിശുപാലനെയും, അവർ അസുരന്മാരായിരുന്നില്ല, പക്ഷെ ജന്മം കൊണ്ട് തീർച്ചയായിട്ടും അസുരന്മാർ തന്നെയായിരുന്നു. അങ്ങനെ അവരെ വധിക്കുകയും ചെയ്തു. ഇപ്പോൾ നടക്കുന്ന കലിയുഗത്തിലെ അസുരന്മാർ എവിടെയാണ്? ഉള്ളിൽ. 6 ശത്രുക്കളായി നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ സ്ഥലം കുറഞ്ഞു കുറഞ്ഞ് വേറെ ലോകത്തിന്നും, ഒരു ലോകത്തിന്റെ വേറെ വേറെ സ്ഥലങ്ങളിൽ നിന്നും, ഒരേ കുടുംബത്തിൽ നിന്നും ആയ അതുകൊണ്ട് തന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീതയിലെ ദേവാസുര സമ്പദ് വിഭാഗ യോഗം എന്ന് 16-മത്തെ അധ്യായം അതുകൊണ്ടാണ് പറയുന്നത്. ഓരോ മനുഷ്യനിലുമുണ്ട് ദേവനും അസുരനും. അതാണ് ഈ ദേവാസുരന്മാർ എന്ന് പറയുന്നത്. അതിലെ അസുരന്മാരെ എങ്ങനെ വധിക്കണമെന്നും നമ്മൾ എങ്ങനെ സ്വഭാവം കൊണ്ട് ദേവന്മാരാകാമെന്നും ശ്രീമദ് ഭഗവത്ഗീതയിലെ 16-മത്തെ അധ്യായമായ ദേവാസുര സമ്പദ് വിഭാഗ യോഗം പറയുന്നുണ്ട്. കോപം, മതം, മോഹം, മാത്സര്യം, അമിത ചിന്ത, സ്ട്രെസ് എല്ലാം അദ്ദേഹത്തിന്റെ ചിന്തയിൽ നമ്മുടെ എനർജി നമ്മൾക്ക് വിശ്വസിക്കാൻ ഉപയോഗിക്കാം, ടെൻഷൻ അടിക്കാൻ ഉപയോഗിക്കേണ്ട. അങ്ങനെ നമ്മൾ തന്നെ വിചാരിച്ച് നമ്മൾക്കുള്ളിൽ വസിക്കുന്ന വേറെ വേറെ ലോകത്തിൽ നിന്നും മാറി ഇപ്പോ നമ്മളുടെ ഉള്ളിൽ തന്നെ താമസമാക്കിയ ആ അസുരന്മാരെ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നാമത്തിൽ നമ്മൾ ഓരോരുത്തരും പോരാളികളായി അദ്ദേഹത്തിന്റെ നാമത്തിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അസുരന്മാരെ നമുക്ക് തന്നെ വധിച്ച് നമ്മൾക്കും ദേവന്മാരായി നമ്മൾക്കും ആ മഹാവിഷ്ണുവിന്റെ സാമീപ്യം തീർച്ചയായിട്ടും പ്രാപ്തമാവും. അപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് മെയിൻ ആയിട്ട് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ഈ പ്രഹ്ലാദന്റെ കഥ പറയുമ്പോൾ പറഞ്ഞു, ഈ പ്രഹ്ലാദന്റെ അച്ഛൻ അവനെ സമുദ്രത്തിലേക്ക് തള്ളിയിട്ടു.
പക്ഷേ സമുദ്ര രാജാവ് ആഹ് നമ്മുടെ മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ മഹാവിഷ്ണു അദ്ദേഹം സമുദ്ര രാജാവിന്റെ ജാമാതാവാണ്. സമുദ്ര രാജാവിന്റെ മകളാണ് ലക്ഷ്മി. എങ്ങനെയാണ് ലക്ഷ്മി സമുദ്ര രാജാവിന്റെ മകളായത്? അതും നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ലക്ഷ്മിയുടെ പാവങ്ങൾ? ധനത്തിന്റെയും സമൃദ്ധിയുടെയും സകല സൗഭാഗ്യങ്ങളുടെയും അധിപയായ മഹാലക്ഷ്മിക്ക് രത്നസിംഹാസനത്തിൽ ഇരിക്കാം, സ്വർണ സിംഹാസനത്തിൽ ഇരിക്കാം. പക്ഷെ ഭഗവതി ഇരിക്കുന്നത് താമരയിൽ. ഇത്രയും സധിപയായ മഹാലക്ഷ്മി സ്വർണ സിംഹാസനത്തിലോ രത്നസിംഹാസനത്തിലോ ഇരിക്കാതെ എന്തുകൊണ്ടാണ് താമരയിൽ ഇരിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അമ്മയുടെ പാവങ്ങൾ എന്തെല്ലാം? അമ്മ അമ്മയെക്കുറിച്ച് കനകധാരാ സ്തോത്രം, ശ്രീ സൂക്തം, അമ്മയുടെ ഭാവങ്ങളെക്കുറിച്ച് വളരെ പ്രധാനമായ ഒരു സ്തോത്രം. അതൊക്കെ അമ്മയെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത്? അമ്മ അസുരന്മാരെ വധിച്ചിട്ടുണ്ടോ? ഇതെല്ലാം നമുക്ക് വാസുകി ടോക്സ് ലൈവ് സ്ട്രീമിംഗിൽ നാളെ കാണാം. ഇനി ഇന്ന് ലൈവ് സ്ട്രീമിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു.